ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ജാസ്മിൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വന്നത് നല്ല അടിപൊളി അയില ബിരിയാണിയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അഗർവാളാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. ഇത് ഞാൻ 5 കപ്പ് അരി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് 3-4 വെള്ളത്തിന് നല്ലോണം കഴുകി വൃത്തിയാക്കാം. ഞാൻ ഇവിടെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളാറാൻ വേണ്ടിയിട്ട് അരപ്പയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. അപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ വേഗം വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. കുക്കർ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 6 സവാള ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ 5 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. സവാളയും തക്കാളിയും ഒന്ന് വേഗം വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ മൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു 3 വിസിൽ മതിയാവും. മൂന്ന് വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതാ സവാളയും തക്കാളിയും നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 10 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ മീനിൻ്റെ ചൊയ കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് 2 അയില അങ്ങോട്ടേക്ക് വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് മുള്ളൊക്കെ കളഞ്ഞിട്ട് മസാലയിലേക്ക് ചേർക്കാം. പിന്നെ വേവിച്ച് വെച്ച മീനിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച അയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ കുറച്ച് മസാല എടുത്തിട്ട് മീനിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. മീനിൻ്റെ ചൊയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 5-10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബിരിയാണീൻ്റെ അടിപൊളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മളിവിടെ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട്. ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് നമുക്ക് പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി അരിയുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടെടുക്കാം. അരി ഒന്ന് നല്ലോണം വറുത്തെടുക്കാം.
ഇതിലേക്ക് 3 കറാമ്പും 2 കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 5 കപ്പ് അരിക്ക് 10 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെക്കാം. ഇതിപ്പം വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. തീ ഒന്ന് ലോ ഫ്ലെയിം ആക്കുക. അതിനുശേഷം നേരത്തെ മീൻ വേവിച്ച വെള്ളം ഞാൻ അങ്ങോട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ചോറൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. ചോറൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ചോറ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഈ ചോറിന് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചോറിൻ്റെ മുകളിലായിട്ട് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചെറുതായി അരിഞ്ഞ് വെച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് റോസ് വാട്ടറും ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിയിലും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതേപോലെ ഒന്ന് കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ചെറുതായി ഒന്ന് കുത്തി കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ ദമ്മ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ കുറച്ച് ചോറും കുറച്ച് മസാലയും മാറ്റി വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീനുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരമണിക്കൂർ ദമ്മിൽ വെക്കാം. പിന്നെ ദമ്മിൽ വെക്കുന്ന സമയത്ത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു മൂടി പാത്രത്തിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ അടിപൊളി അയില ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ബിരിയാണിയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.